ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു വില്ലൻസ് വ്ലോഗ്. ഇന്നിപ്പോൾ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് എവിടെയെങ്കിലും ട്രിപ്പ് പോയാലാന്ന് ആലോചിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിലേക്കാണ്. നിങ്ങൾ കവർ പേജിൽ കാണുന്ന പോലെ തന്നെ ഐൽ ഓഫ് സ്കൈ, അതായത് സ്കോട്ട്ലാൻഡിൻ്റെ അതിമനോഹരമായ സ്ഥലം, ആ സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു 2 day ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണത്. അത് 1 night നമ്മൾ നിൽക്കുന്നുണ്ട് ഒരിടത്ത്. നമ്മളൊരു ഹോട്ടല് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഓൺ ദ വേ ആണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഇപ്പോൾ സമയം 6 മണി. നമ്മളൊരു 11 മണിയാവും എത്തുമ്പോൾ അവിടെ. കാരണം ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് തന്നെ ഏകദേശം ഒരു 5.5 മണിക്കൂറോളം യാത്രയുണ്ട്. ഐൽ ഓഫ് സ്കൈ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു സെറ്റ് സ്ഥലങ്ങളാണ്. അതെല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. നമുക്കൊന്ന് പോയി അവിടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം മാക്സിമം. അപ്പോൾ നമ്മുടെ പടക്കുതിരയിലാണ് നമ്മൾ പോണത്. അത്യാവശ്യം 250 മൈൽസോളം യാത്രയുണ്ട് നമുക്ക് നമ്മളുടെ സ്ഥലത്തു നിന്ന് തന്നെ, എഡിൻബറയിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. ഞാനുണ്ട്, കൊണ്ടാട്ടിയുണ്ട്. കൊണ്ടാട്ടി ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നു. റോഡ് യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി റോഡ് യാത്രയാണ്, അതൊന്നും പറയാനില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഐൽ ഓഫ് സ്കൈയിൽ എത്തിയിട്ടോ. കുറേ നേരം എത്തിയിട്ട് ഒരു ബ്രിഡ്ജ് കടന്ന് നമ്മൾ വേറെ ഐലൻഡിലേക്ക് കയറിയിരിക്കണേണ്. അപ്പോൾ നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ കണ്ടു. ദ ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. അവിടെ ഒരു മല കണ്ടോ? ആ മലയുടെ അവിടെ ഇങ്ങനെ കല്ലിങ്ങനെ പൊങ്ങി നിൽക്കണത്, അതാണ് ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ. നല്ല രസമാണ് അതിൻ്റെ മേളിൽ. പക്ഷെ അത് ഒരു ട്രക്ക് ചെയ്ത് മേളിൽ കയറേണ്ടി വരും. കയറിയാൽ അതിൻ്റെ ഒരു വേറൊരു ബ്യൂട്ടി കാണാൻ. അത്രയാണ് സംഭവങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ഞാൻ ഇവിടെ നിന്ന് കണ്ടതുകൊണ്ട് കാണിച്ചു തന്നാണ്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പോയിന്റ് ക്യൂറാങ് ആണ്. അതായത് ഏറ്റവും അറ്റത്തുനിന്ന് നമ്മൾ പറഞ്ഞ പോലെ തുടങ്ങി അറ്റത്തെ പോയിൻ്റാണത് ക്യൂറാങ്. ക്യൂറാങ് എന്ന് പറഞ്ഞ മല അതാണ്, ഇതാ കാണുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന്. ഈ കാണുന്ന ആ ഒരു വരി ഉണ്ടോ, ആ വരി കൂടി ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറാം. നോക്ക്, അവിടെ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് ട്രക്ക് ചെയ്ത്. പക്ഷേ നമ്മുടെ ഈ കോലത്തിൽ കയറിയാൽ എൻ്റെ ഷൂസൊക്കെ ട്രക്കിങ്ങിന് പറ്റിയ ഷൂസല്ല. ഞാൻ ഒരു പ്രാവശ്യം ഈ ഷൂസ് ഇട്ടുകൊണ്ട് എവിടെയോ പോയി, ഡൾസ് പൾപ്പിറ്റിൽ പോയപ്പോൾ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ നമ്മൾ കയറി റിസ്ക് എടുക്കുന്നില്ല. കാരണം അതിൻ്റെ വ്യൂ മേളിൽ നിന്ന് ഉള്ള വ്യൂ ആയിരിക്കും അടിപൊളി വ്യൂ. അതായിരിക്കും സംഭവം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർ പാർക്ക് ഉണ്ട്. എല്ലായിടത്തും പേ ആൻഡ് പാർക്കാണ് കേട്ടോ. ചെക്ക് ചെയ്യാണ്ട് ചിലവർ പേ ചെയ്യുന്നുണ്ട്, ചിലവർ പേ ചെയ്യുന്നില്ല. അപ്പോൾ ഫൈൻ ഉണ്ടാവും പേ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേ പാർക്ക് ചെയ്യുക. ഇവിടെ എനിക്ക് തോന്നുന്നു 2 പൗണ്ട് ഉള്ളൂ, 3 പൗണ്ട് 2 മണിക്കൂറിന്. അത് പിന്നെ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഓൾഡ് മാൻ ഓഫ് സ്റ്റോറിൽ 6 പൗണ്ടാണ് കണ്ടത്, 3 മണിക്കൂറിന് കണ്ടു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ അതാണ് പോയിന്റ്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പയ്യെ ഇവിടെ നിന്ന് പോകും. കാരണം ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് ട്രക്കിങ്, നമ്മൾ ഇംഗ്ലീഷുകാരല്ലല്ലോ ട്രക്ക് ചെയ്യാൻ. നമുക്ക് ട്രക്കിങ് വേണ്ട. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇവിടെ ഇതാ നിൽക്കണ അവരെ കാണിച്ചു കൊടുക്ക്. ആ ഡിക്കി ബൂട്ട് ബുക്ക് ചെയ്ത് നിൽക്കണമല്ലോ ആ വണ്ടിയുടെ. അവർ 4 പേരുണ്ട്. അവരുടെ കോലം കാണണം ട്രക്ക് ചെയ്തിട്ട്. വന്നിട്ട് ഷർട്ടും പാൻറ്റും ഷോർട്ട്സൊക്കെ ഊരി മാറ്റണേ. അപ്പോൾ അത്യാവശ്യം രസമാണ് അവിടെ കയറിയാണ് മനസ്സിലായത്. പിന്നെ അവരുടെ ഷൂസ് നല്ല ഷൂസാണ് കാണാൻ, വെള്ള ഷൂസ്. ഞാൻ ഇട്ടപ്പോഴേ പറഞ്ഞു അവരെ ട്രക്കിങ് ഉണ്ടാവും, ചിലപ്പോൾ പണി വാളുകൊണ്ടാവും. രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ കിൽട്ട് റോക്സ് അല്ലെങ്കിൽ മെൽറ്റ് ഫോൾസിലേക്ക് വന്നേക്കണേണ്.
ഈ കാണുന്നതാണ് അറ്റ്ലാന്റിക് ഓഷൻ ബാക്കിൽ കാണുന്നത്. അവിടെയാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം. ഒരു ചെറിയൊരു അരുവിയാണ്. ഇവിടെ വലിയൊരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൽ ഉള്ള വെള്ളം ഇതിലിങ്ങനെ വന്ന് പാസ് ചെയ്ത് താഴോട്ട് വീഴണയാണ്. കാണാം. ഓൾഡ് മാൻ ഓഫ് സ്റ്റോറിലേക്കാണ്. ഇത് കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. വേണ്ട ആൾക്കാരെല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടില്ല, അപ്പം തന്നെ കഥച്ചു. തുടങ്ങിയതേ ഉള്ളൂ. ബേസ് ക്യാമ്പ് എന്ന് പറയാലോ, ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുള്ളൂ ഞങ്ങൾ. ഇനി ഇത് കയറാൻ കിടക്കണം. അപ്പം തന്നെ എൻ്റെ കഥപ്പ് നിങ്ങൾക്ക് അവിടെ അറിയാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ, ഓൾഡ് മാൻ ഓഫ് സ്റ്റോറിലാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്. ഓൾഡ് മാൻ ഓഫ് സ്കൈയില്. അതെ, ഇവരോട് ചോദിച്ചു ഓൾഡ് മാനോ എന്താണ് നമ്മൾ കയറാൻ. ഓൾഡ് മാൻ ഓഫ് മങ്കി. ആരും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങൾ മേളിലെത്തിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ്. ശവമായിട്ട് എത്തിയിലേക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ പാത ചൂസ് ചെയ്തു കാരണം കല്ലും മുള്ളും നിറഞ്ഞ പാത അപ്പുറത്തുണ്ട്. അത് നമുക്ക് വേണ്ട. നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ടുള്ള പാത ഇതാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞങ്ങൾ ഈ പാതയിൽ കൂടി പോകണേന്. ഒരു ഇത് ഹൈറ്റിലായിട്ടുണ്ട്, പക്ഷെ ഇനിയും കയറാനുണ്ട് ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, പണി പാളി. ഞങ്ങൾ കയറി ഒരു പകുതിന്നായി എന്ന് പറയാം അല്ലേ. പകുതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 കിലോമീറ്റർ മേളിലോട്ട് കയറണം. അതായത് ഏകദേശം അവിടെ കാണുന്ന ഒരു എന്താ പറയുക, ആ ഒരു മുഴ പോലെ കാണുന്നുണ്ട്, മുഴപ്പ്. ആ മുഴപ്പ് വരെ ഞങ്ങൾ കയറി. അത് കഴിഞ്ഞ് പിന്നെയും കയറണം. ബാക്ക് സൈഡിലേക്ക് ഉണ്ട്. അതെ അതെ, അതിൻ്റെ ബാക്ക് സൈഡിലാണ് മറ്റിങ്ങനെ തൂണ് പോലെ ഒറ്റക്ക് നിൽക്കണത്. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് റോക്കല്ല, ഇത് ശരിക്കും ഇത് ലാവ ഫോം ചെയ്ത് ഉണ്ടാക്കണതാണ്. അതായത് 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഫോം ചെയ്ത് ഉണ്ടാക്കണ കല്ലാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ 1 മീറ്റർ തുടങ്ങി 30 മീറ്ററുള്ള ഹൈറ്റുകളിൽ ഇങ്ങനെ തിരി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതുകൊണ്ട് ഇങ്ങനെ കൂട്ടത്തോടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, വെറുതെ കയറി ഞങ്ങളുടെ കാലും കയ്യും ഒക്കെ സീനാണ്ടല്ലാന്ന് ഓർത്തിട്ട് ഞങ്ങൾ പയ്യെ ഒന്ന് അവിടെ നിന്ന് എന്താ പറയുക അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ചലിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോകണേണ്. പോർട്രിയുടെ ഒരു സിറ്റി ഉണ്ട്, ആ സിറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നോക്കട്ടെ, ഇനി അവിടെ ചെന്നിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഇവിടെ വരാണ്ടിരിക്കേണ്ട ഒരു ആവശ്യകതയില്ല. കിട്ടില്ല സ്പോട്ടുകളാണെല്ലാം വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. പിന്നെ ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഞങ്ങൾ മല കയറാൻ പോണതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു നല്ല മഴയില്ലാത്ത കാലാവസ്ഥയെന്ന് പറഞ്ഞോളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. പക്ഷെ ഈ മഴ അധികം നീണ്ടു നിൽക്കില്ലെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ക്ലൗഡി അല്ല ക്ലൈമറ്റ്, ഒരു അങ്ങനെ പ്രശ്നമില്ലാത്ത മഴയാണ്. എന്നാലും ഞങ്ങൾക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കയറിയാന് ക്യാമറയുടെ ബാഗൊന്നും ഞാൻ എടുത്തില്ല. ക്യാമറ വെറുതെ തൂക്കിയിട്ടുണ്ടോ പോയത്. അപ്പോൾ റിസ്ക് ഇടും. ഞാൻ പിന്നെ ജാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ക്യാമറ അങ്ങനെയൊക്കെ ചെയ്താൽ പോയത്. വെറുതെ ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഞങ്ങളപ്പോൾ അത്യാവശ്യം ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വല്ലയിടത്ത് നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ആംഗിളിലെ ഫോട്ടോ കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു ഓർമ്മക്കായി. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അടുത്ത സ്പോട്ടിൽ കാണാം. ബൈ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പോർട്രി ഹാർബർ ഏരിയയിലാണ്. ഹാർബർ ഏരിയയിൽ എപ്പോഴും നമ്മൾ പോർട്രിയിൽ നിന്ന് അടിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് ഈ കാഴ്ച. അത് കൂടാതെ ഒരു സ്പെഷ്യൽ ഈ നിറത്തിലുള്ള ബിൽഡിങ്ങുമാണ്. നിങ്ങൾ പോർട്രി സിറ്റിയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐൽ ഓഫ് സ്കൈയിൽ എപ്പോഴും ഈ നിറമുള്ള ബിൽഡിംഗ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹൈലൈറ്റാണ് ഈ ഒരു ഏരിയയുടെ, അല്ലെങ്കിൽ ഈ ഒരു പോർട്രി സിറ്റിയുടെ. അങ്ങനെ നമ്മളുടെ ഗ്ലെൻകോയിലുള്ള സ്റ്റേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്നെക്കാളുപരി അമ്മല ത്രില്ലടിച്ചിരിക്കണം എൻ്റെ പെണ്ണുമ്പുള്ള എൻ്റെ സ്റ്റേ കണ്ടിട്ട്. ഇത് കണ്ടോ നമ്മുടെ സ്റ്റേൻ്റെ വ്യൂ നോക്കി. ഇത് നമ്മുടെ സ്റ്റേയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. അടിപൊളിയാണ് കേട്ടോ. റിവർ ഏരിയ, മല, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ലോക്ക് വ്യൂ. ഇവിടത്തെ ലേക്കിന് പറയണ അറിയാലോ, ലോക്ക് എന്നാണ് എല്ലാവരും. അപ്പോൾ ഒരു ലോക്ക് വ്യൂ ആണ് ഇത് കംപ്ലീറ്റ് വന്നത്. ഇനി
ക്യാമറ തിരിയാൻ പോണേ നമ്മുടെ കോട്ടേജിലേക്ക്. വേണ്ട, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മുടെ കോട്ടേജ് അതാണ്. ഇതാണ് കേട്ടോ. ഇതല്ലേ അത് തന്നെ അതാണ്. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഹോസ്റ്റ് ഉണ്ട് അവർ, സാമന്ത എന്ന് പറഞ്ഞ ലേഡിയാണ് അവർ. ഞങ്ങൾ വെൽക്കം ഒക്കെ ചെയ്തിട്ട് പോയി എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്ന്. സെറ്റപ്പ് ആണ്, തണുപ്പൊന്നുമില്ല, ഹീറ്റർ സിസ്റ്റം, സകല ഒരു വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വിശേഷങ്ങൾ. പക്ഷെ അതിന് മുമ്പ് ഞങ്ങളുടെ ബാഗ് എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറട്ടെ. അല്ലേ? എന്നിട്ട് വേണം മാറിപ്പോയായിരുന്നു. അതെ. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് കയറണേ. ഇതാണ് നമ്മുടെ സ്റ്റേ. വരും എൻട്രൻസിലേക്ക് ആദ്യമേ നമുക്ക് വരുമ്പോൾ ഒരു ഹോള്, നല്ല അതിവിശാലമായ ഹോള്. എങ്ങനെയുണ്ട് ഹോള്? TV, എല്ലാം ഹീറ്റർ സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. ഒരു ഡൈനിങ് ടേബിള്, പിന്നെ അടുക്കള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. ലൈറ്റ് ഉണ്ടാവില്ല. അടുക്കള, കബോർഡ്സ്, ഫ്രിഡ്ജ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് TV ഉണ്ട്, വൈഫൈ ഉണ്ട് കേട്ടോ. വൈഫൈ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞവർ തന്നിട്ടുണ്ട് അവിടെ. നല്ലൊരു കൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനത്തെ 2 ബെഡ് ആയിട്ടുള്ളതാണ് സംഭവം. കെട്ടിയാളും കൂടി വരുമ്പോൾ പ്രശ്നമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ കിടക്കാം. ഇന്നെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ 2 ബെഡ്റൂം ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ. പിന്നെ എന്താ ഉള്ളത് ഇവിടെ? പിന്നെ ബാത്റൂം, മെയിൻ സാധനം അതാണ്. ലൈറ്റ് എല്ലായിടത്തും കയറുമ്പോൾ ബാത്റൂമാണ് മെയിൻ സാധനം. ഇവിടെ ഇതിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളിലാണോ? ബാട്ടബിൻ്റെ ആവശ്യമില്ലായിരുന്നു. എല്ലാ അതെ, നല്ല വിൻഷ് ഇതും എല്ലാം ഉണ്ട്. ക്ലീൻ ആൻഡ് നീറ്റ് ഒക്കെ സെറ്റാണ്. ബാൽക്കണി ഉണ്ട്, 2 അടിക്കാൻ ബാൽക്കണി ആണ്. അതായത് ഒരു ഫാമിലി വന്ന് തകർത്ത് അടിച്ച് പൊളിക്കാം. ഇത് ഞാൻ ഇതിലാണ് Airbnb-യിലാണ് ഞാനിത് ബുക്ക് ചെയ്തത്. പക്ഷേ അല്ലാതെ ഇവരെ നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് ഇവരെ ഡീൽ ചെയ്താൽ നമ്മൾ ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടും കുറഞ്ഞ പൈസയിൽ ബുക്ക് ചെയ്ത് കിട്ടും. അത് ഞാൻ അവരോട് ചോദിച്ചതാണ്. എന്താ വെച്ചാൽ ഈ പ്രോപ്പർട്ടി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ ആണ്, നോക്കി നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അതെ, അവരുടെ വീട് ഇതാണ് കേട്ടോ, ആ ഹോസ്റ്റലിൻ്റെ. അതെ, ഈ കാണുന്നതാണ് അവരുടെ വീട്. പുതിയ സ്റ്റെപ്പൊക്കെ പോരട്ടെ.